നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഇനി തമിഴ്നാട് രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കാൻ പോകുന്ന പേര് തമിഴക വെട്രി കഴകം. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ പാർട്ടി പ്രഖ്യാപനമാണ് നടന്നിരിക്കുന്നത്. രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്ന വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരും പ്രഖ്യാപിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ടാണ് വിജയുടെ ആരാധന സംഘടനയായ വിജയ് മക്കൾ ഇയക്കം പാർട്ടി രൂപീകരിച്ചത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് നീങ്ങുവാനാണ് വിജയ് ഒരുങ്ങുന്നത്. രാഷ്ട്രീയ പാർട്ടിയുടെ വിവരങ്ങൾ വിജയ് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയായിരുന്നു. ഈ മാസം ആദ്യ ആഴ്ച തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക പതാകയും പുറത്തിറക്കും. തമിഴ്നാട്ടിൽ വൻ ആരാധന വൃത്തമുള്ള താരമാണ് വിജയ്. നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലും താരത്തിന്റെ ആരാധന സംഘടനയായ വിജയ് മക്കൾ ഇയക്കം പങ്കെടുക്കാറുണ്ട്. സൂചനകളിലൂടെ പലപ്പോഴും വിജയ് തന്നെ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ആരാധകർ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തിട്ടുള്ളതും ചർച്ച ചെയ്തതുമാണ്. സിനിമകളുടെ പ്രമോഷൻ വേദികളിൽ വരെ വിജയിൽ നിന്നും ആരാധകർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ചായിരുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരി ആദ്യവാരം ഉണ്ടായേക്കുമെന്നും പാർട്ടിയുടെ പേരും കൊടിയുമൊക്കെ അന്ന് പുറത്തിറക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ ഉടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം. തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സൗകര്യം നൽകുന്ന ട്യൂഷൻ സെന്ററുകൾ വിജയ് മക്കൾ ഇയക്കം ആരംഭിച്ചിരുന്നു. കർഷകർക്ക് സൗജന്യമായി കന്നുകാലികളെ നൽകാനുള്ള പദ്ധതിയും വിജയ് ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. വേദിയിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് നേരിട്ട് മറുപടി പറഞ്ഞില്ല എങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്ന സൂചന വിജയ് നൽകിയിരുന്നു. തമിഴകത്ത് രാഷ്ട്രീയവും സിനിമയും രണ്ടല്ല, അത് ഒന്ന് തന്നെ. എല്ലാവർക്കും അറിയാം, MGR, കരുണാനിധി, ജയലളിത തൊട്ടുള്ള അനുഭവം അത് തന്നെയാണ് പറയുന്നത്. നേരത്തെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് രാഷ്ട്രീയത്തിലിറങ്ങാൻ ഒരുങ്ങി അനാരോഗ്യം മൂലം പിന്മാറുകയായിരുന്നു. കമൽഹാസന്റെ പാർട്ടി ആവട്ടെ എവിടെയും എങ്ങും എത്തിയിട്ടുമില്ല. ആ സാഹചര്യത്തിൽ വിജയ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ DMK സഖ്യം, അണ്ണാ DMK സഖ്യം, BJP, കോൺഗ്രസ് എന്നിങ്ങനെ ചിതറിക്കിടക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നത്. വിജയ് എന്ന താരത്തിന്റെ ഇമേജ് വോട്ടായി മാറിയാൽ ഈ ചതുഷ്കോണ മത്സരത്തിൽ ആര് മുന്നേറുമെന്നതും സംശയാസ്പദം തന്നെ. തമിഴ്നാട് കൂടാതെ പുതുച്ചേരി, കേരളം, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിലെ ആരാധക സംഘടനാ നേതാക്കളുമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സാധ്യത കുറവാണെന്നാണ് സൂചന. പകരം ഏതെങ്കിലും ഒരു സഖ്യത്തിന് പിന്തുണ നൽകുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. സിനിമകളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വന്ന വിജയ് BJP അനുകൂല നിലപാടെടുക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. നേരത്തെ കോൺഗ്രസുമായി അടുപ്പമുണ്ടായിരുന്നുവെങ്കിലും മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവരോട് എന്ത് നിലപാടും എടുക്കുമെന്നതിൽ വ്യക്തതയില്ല. നിലവിൽ തമിഴ്നാട്ടിൽ BJPയും AIDMKയും അകൽച്ചയിലാണ്. അതിനാൽ തന്നെ AIDMKയിലേക്ക് പിന്തുണ നൽകുവാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. തമിഴ്നാട്ടിൽ അണ്ണാ DMKയുമായും പുതുച്ചേരിയിൽ NR കോൺഗ്രസുമായും സഖ്യമുണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പുതുച്ചേരി മുഖ്യമന്ത്രി N രംഗസ്വാമി കഴിഞ്ഞ വർഷം വിജയ് വീട്ടിൽ സന്ദർശിച്ചതിന് പിന്നാലെയാണ് NR കോൺഗ്രസ് സഖ്യം സംബന്ധിച്ച പ്രചാരണം നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ പ്രശാന്ത് കിഷോറുമായി വിജയ് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായി വാർത്തകൾ വന്നിരുന്നു. ഇനി നമുക്ക് കാണാം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും എന്നത്.